ഹായ് ഫ്രണ്ട്സ് ആയിട്ട് പോവാം 7 പേർ ബോക്സിങ് ട്രെയിനിങ് എടുത്താണ്. അത് മാത്രമല്ല അവർ ചാമ്പ്യൻസാണ്. അത് മാത്രമല്ല അവർ ബിസിനസ് മാൻ. അത് ബിസിനസ് മാത്രമല്ല ആക്ടറൊക്കെ അല്ല ഐഡലാണ്. നമ്മുടെ ഹീറോയിൻ്റെ പേര് പ്രിയ. ഓക്കെ, പ്രിയ പറഞ്ഞ ഒരു ഡോക്ടറാണ്. ഓക്കെ, ഇപ്പം നമുക്ക് പ്രിയനെ സ്റ്റോറി പോയിട്ട് നോക്കാം. പ്രിയ പ്രിയ അമ്മ എന്താ പറ്റിയമ്മ? ഇല്ലടി പ്രിയ ഇപ്പം എവിടേക്കാ പോകുന്നു? ഇല്ലമ്മ, അത് ചെറിയൊരു പ്രശ്നമുണ്ട്, ഞാൻ പോവാം എന്ന് പറഞ്ഞ് ഹീറോയി പറയായിരുന്നു. ഇവളെ വെച്ച് ഒന്നും നടക്കാൻ പോവില്ല എന്ന് പറഞ്ഞ അമ്മ തലയിൽ കൈ വെച്ചായിരുന്നു. ഏജ് എത്രയായെന്ന് അറിയാതെ മണ്ടി എന്ന് പറഞ്ഞ അമ്മ തലയിൽ കൈയൊക്കെ ആയിരുന്നു. ഹീറോയ്ക്ക് 24 വയസ്സായി, അതുകൊണ്ട് മാരേജ് കഴിക്കാം എന്ന് പറഞ്ഞ അമ്മ വഴക്ക് പറയാം. ഹീറോയ്ക്ക് കേൾക്കുകയില്ലായിരുന്നു. ഹീറോയ്ക്ക് BTS എന്ന് പറയുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഹീറോയും അവരെ റിയൽ ലൈഫിൽ കണ്ടിരുന്നുണ്ടായിരുന്നു എന്ന് പറഞ്ഞ ഹീറോയി ഓർക്കായിരുന്നു. എന്ന് പറഞ്ഞ ഹീറോയും ഇങ്ങനെ ഹാപ്പി ആയിട്ട് പോകാൻ തുടങ്ങിയായിരുന്നു. ഹീറോയ്ക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഹീറോയുടെ ഫ്രണ്ട് പറയുന്നു, മച്ചി എവിടേക്കടി പോകുന്നതെന്ന് പറയുന്നത്. ഇല്ലടി, ചുമ്മാ വെറുതെ പോയിട്ട് ചുമ്മാ കറങ്ങി വരാമെന്നിരിക്കുക എന്ന് പറയായിരുന്നു. ശരി ഓക്കെ എന്ന് പറഞ്ഞു ഹീറോയി ജോലിയായിട്ട് ഫ്രണ്ട്സ് കൂടെ എൻജോയ് ചെയ്യാൻ തുടങ്ങി. നമ്മൾ BTS മെമ്പേഴ്സല്ല. ജിൻ പറയായിരുന്നു, എടാ നമുക്ക് മാരേജ് കഴിക്കണം, അതാണ് കോൺട്രാക്ട് മാരേജ്, 7 പേർ മാരേജ് കഴിക്കാം. അത് മുമ്പ് നമ്മൾ സോൾവ് ആണോ അതെന്ന് പറഞ്ഞാൽ അവർ സംസാരിക്കുമായിരുന്നു. ശരി ഓക്കെ എന്ന് അവർ പെണ്ണ് നോക്കുമായിരുന്നു. അവർക്ക് സെറ്റായില്ല എന്ന് പറഞ്ഞു അവർ ടെൻഷനായിരുന്നു. നമ്മൾ ഹീറോയ്ക്ക് മാരേജ്, ഹീറോയ്ക്ക് ഷോക്കായിരുന്നു. മമ്മി മാരേജാ എന്താ പറയുന്നത്? ഹീറോയി ഇവൻ്റെ പേര് അർജുൻ കൂടെയാണ് എനിക്ക് മാരേജ് എന്ന് അമ്മ പറയുന്നത്. പ്രിയ മുണ്ടി നോക്കാൻ നല്ല ചെക്കൻ, ശരി ഓക്കെ എന്നെ സമ്മതിച്ചു തന്നെ. അർജുൻ കൂടെ ഹീറോയ്ക്ക് മാരേജാണ്. ഹീറോയി അർജുൻ പറയായിരുന്നു, നമുക്ക് ഷോപ്പിംഗ് കഴിഞ്ഞിട്ട് വരാം എന്ന് പറഞ്ഞ്. അങ്ങനെ അർജുൻ ഹീറോയ്ക്ക് ഇറങ്ങായിരുന്നു. BTS മെമ്പർ ഇന്ത്യയൊക്കെ ചുമ്മാ വെറുതെ വന്നതായിരുന്നു. അവർ ഒരു ഷൂട്ടിങ് അത് ഇതെല്ലാം ഉണ്ടായിരുന്നു. അങ്ങനെയായിട്ട് ഹീറോയി ജോലി ഫ്രണ്ട്സ് കൂടെ ഇരുന്ന് സംസാരിക്കാറുണ്ട്. ഈ മാരേജാണോ എന്ത് പറഞ്ഞ് ഹീറോയി മാടിയിലിരുന്ന് സംസാരിക്കാനും. ഇങ്ങനെ മാടിയിലിരുന്ന് BTS മെമ്പർ പറഞ്ഞാൽ അത് അതേ സൈഡാണ് വീടെടുത്ത്. ഹീറോ ഇരുന്ന് സംസാരിക്കാൻ ഹീറോയ്ക്ക് മൈലാഞ്ചിയിട്ട് വീടെല്ലാം റിക്വസ്റ്റ് ചെയ്തിരുന്നു. BTS മെമ്പർ എന്താ വീട് ഇങ്ങനെ? ഒരാളവിടെ കേൾക്കാൻ കുക്ക് ചെയ്യുന്നവരോട് അവിടെ കല്യാണ പെണ്ണുക്ക് മാരേജാണ് എന്ന് പറയണു. അങ്ങനെയാണോ എന്ന് പറഞ്ഞാൽ അവർ ഇതാക്കായിരുന്നു. ജിൻ യഥാർത്ഥ വെളിയിൽ വരുമ്പോൾ അവിടെ ഒരു ക്യൂട്ടായിട്ട് ഗേൾ ഓടി വന്നായിരുന്നു. ഇങ്ങനെ ഫ്രണ്ട്സ് കൂടെ ഇരുന്ന് സംസാരിക്കായിരുന്നു. അവർ ഇന്ന് അവിടെ കൂൾ ഡ്രസ്സ് സ്നാക്ക് കഴിച്ച് സംസാരിക്കായിരുന്നു. അതെ മാരേജാണ് എനിക്ക് എന്ന് പറഞ്ഞ ഹീറോ ചേച്ചി പറയായിരുന്നു. ജിന്ന് നോക്കിയായിരുന്നു. യഥാർത്ഥ നോക്കി ഹെയർ കാത്ത് പറക്കാം. ഹീറോ ജിന്നൊക്കെ ഫസ്റ്റ് ലവ് വൺ ഫസ്റ്റ് മീറ്റ് കണ്ട ഹീറോയിക്കിനെ കണ്ട് ജിന്നൊക്കെ പിടിച്ചായിരുന്നു. വായ് വളർന്നു ജിൻ സൈറ്റ് അടിക്കായിരുന്നു. ജിന്നൊക്കെ എന്ന് വായ് വളർന്നായിരുന്നു. ജിന്നൊക്കെ ഹീറോയിനെ കണ്ട് ഒറ്റ ഇഷ്ടപ്പെട്ടായിരുന്നു. ജിന്നൊക്കെ കണ്ട ഹീറോയിനെ കണ്ട് ഒറ്റ നോട്ടത്തിൽ ഇഷ്ടപ്പെട്ടായിരുന്നു. ജിന്ന് ഹീറോയുടെ ഫോട്ടോസ് എടുത്തായിരുന്നു. ശരി ഓക്കെ ജിന്നൊക്കെ ലേറ്റായി എന്ന് പറഞ്ഞ് ജിന്ന് പോയായിരുന്നു. നെക്സ്റ്റ് ഷുഗ വന്നു. ഷുഗ ഹീറോയിനെ നോക്കിയിരുന്നു. ഷുഗക്ക് അതേമാതിരി ഫീലാണ്. ഷുഗ ഇങ്ങനെ ഓരോന്ന് മാടില്ല അങ്ങോട്ടും ഇങ്ങോട്ടും പോയിട്ട് അവർ ഹീറോയിനെ കണ്ട് 7 പേർക്ക് ഹീറോയിനെ കണ്ട് ഒറ്റ നോട്ടത്തിൽ ഇഷ്ടപ്പെട്ടായിരുന്നു. അവർക്കറിയില്ല ഹീറോയ്ക്കാണ് മാരേജ് നടക്കാൻ പോകുന്നത്. അങ്ങനെയായിട്ട് അവർക്ക് ഹീറോയിനെ കണ്ട് ഒറ്റ നോട്ട് കണ്ട് ഇഷ്ടപ്പെട്ടു പോയായിരുന്നു. എന്ത് ചെയ്യുന്നറിയില്ല. പവർ ഹീറോയിനെ മാരേജ് കഴിക്കാം. ശരി നമുക്ക് കോൺട്രാക്ട് മാരേജ് കഴിക്കുക, റിയൽ മാരേജ് കഴിക്കുക എന്ന് പറഞ്ഞ് അവർ സംസാരിക്കാൻ തുടങ്ങിയായിരുന്നു. ഹീറോയ്ക്ക് സാഡായിരുന്നു. എന്ത് ചെയ്യാന്ന് പറഞ്ഞ ഒരുപാട് വിഷമം ഉണ്ടായിരുന്നു. BTS മെമ്പർ നേരിൽ കണ്ടുവന്നിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു ഹീറോയി സാഡായിരുന്നു. ഹീറോയ്ക്ക് മാരേജ് നടക്കാൻ പോകുമായിരുന്നു. ഹാളിൽ BTS മെമ്പർ ഹീറോ ഇങ്ങനെ വണ്ടിയിൽ പോകുന്നത് നോക്കിയായിരുന്നു. അപ്പോൾ BTS മെമ്പർ ഷോക്കായിരുന്നു. അങ്ങനെ അവിടെ ഒരു ആളുണ്ടായിരുന്നു. അവിടെ ജോലി ചെയ്യുന്ന ഒരു ആൻറ്റി ഉണ്ട് അവിടെ. എന്താ അവിടെ നടക്കുന്നത്? അതിലൊരു പെണ്ണ് വണ്ടി കയറി. ഇപ്പോൾ അത് ആരാണെന്ന് കേൾക്കുമ്പോൾ അത് മാരേജ്, ഇന്ന് മാരേജാണ് ആ പെണ്ണുക്ക് എന്ന് പറയാം. ലവ് മാരേജ് ഇല്ലപ്പോൾ അറേഞ്ച് മാരേജ് എന്ന് പറയുന്നത്. ഇത് കേട്ട് എല്ലാവർക്കും ഷോക്കായിരുന്നു. എല്ലാവരോടും കേട്ട് ഷോക്കായിരുന്നു. അവർക്ക് ഒരു മാതിരിയാവാൻ തുടങ്ങിയായിരുന്നു. ഇപ്പോൾ എന്താ ചെയ്യാന്ന് പറഞ്ഞാൽ അവർ ഒരുപാട് സാഡായിരുന്നു. 26 മാരേജ് അവർക്ക് ഓൾറെഡി അറിയാം. ചെറുതും കേട്ടായിരുന്നു മാരേജെ കുറിച്ച്. അങ്ങനെ മാരേജ് നടക്കാൻ പോകുന്നായിരുന്നു. ഹീറോയും മാരേജൊക്കെ പോകുമായിരുന്നു. അങ്ങനെയായിട്ട് ഇത് കേട്ട് അവർ വിട്ട ശരിയാവില്ല പറഞ്ഞ് അവർ പ്ലാൻ ചെയ്ത് തുടങ്ങിയായിരുന്നു. ഹീറോയിനെ ഫോളോ ചെയ്ത് പോയിരുന്നു. ഹീറോയ്ക്ക് മാരേജ് ഹാൾ കിട്ടിയായിരുന്നു. അങ്ങനെ പെണ്ണ് വരുമ്പോൾ ഹീറോയി വരാൻ പറഞ്ഞതായിരുന്നു. ഹീറോയിൻ വണ്ടി വത്തേക്ക് നടക്കാൻ പോകുമായിരുന്നു. അങ്ങനെയായിട്ട് ജിൻ കോൾ ചെയ്ത് ഒരാൾ വരുത്തിയായിരുന്നു. അതുമാത്രമല്ല ഈ മാരേജിൽ നിന്ന് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്.
അങ്ങനെ മാരേജൊക്കെ ഹീറോ കയറിയിട്ട് പോകുമ്പോൾ ഓരോ വോയിസ് കേട്ട് നിൽക്കടാ എന്ന് പറയായിരുന്നു. അവിടെ ഒരു ഗേൾ വന്നായിരുന്നു. അത് മാത്രമല്ല അവളെ കയ്യിൽ ഒരു ബേബിയും ഉണ്ട്, പിന്നെ അല്ല 2 ബേബിയും ഒരു വേറെ ബെഡ്നിട്ടാണ്. അങ്ങനെ പറയുന്നത് സ്റ്റോപ്പ് എന്ന് പറയുന്നു. അവനക്ക് അർജുനക്ക് അല്ല അവൾ മാരേജ് കഴിക്കാൻ പോകുന്നത് ആ ചെക്കനക്ക് ഷോക്കായിരുന്നു. എന്താ എന്ന് പറഞ്ഞാൽ ഷോക്കായിരുന്നു. അങ്ങനെ അവൻ്റെ പേര് അശോകാണ്. വേറെ വേണ്ട ചുമ്മാ പേര് മാറ്റി അവൻ പറ്റിപ്പ് ചെയ്യുക. അത് മാത്രമല്ല റിച്ച് ഗേൾസ് ഉണ്ട്, അവർ പണം കേട്ടോ. ഹീറോയിൻ്റെ റിച്ചാണ് ഹീറോയിൻ. അതുകൊണ്ട് അവൻ്റെ പണം കൊടുക്കാൻ വേണ്ടി അവൻ്റെ അച്ഛനമ്മയുണ്ട്, അത് ഫേക്കായിരുന്നു. അവൻ വെളിയിൽ കൊടുത്തു. ആ പെണ്ണ് വന്ന് സ്റ്റോപ്പ് എന്നെപ്പിക്ക് എന്ന് പറഞ്ഞു. ആ പെണ്ണ് പോലീസിൽ വന്ന് ഇവനെൻ്റെ ഹസ്ബൻഡാണ്, ഫുള്ള് ഡീറ്റെയിൽസ് കൊടുക്കുക, ഇവന് പറ്റിക്കാണ്. നിറയെ ആളിങ്ങനെ മാരേജ് കഴിച്ചിട്ട് അവരുടെ സ്വത്തെടുക്കുക, വലിയ വലിയ പണക്കാരന്മാരെ ഇവനെ ആട്ടിങ് ചെയ്യും എന്ന് പറഞ്ഞ് അവൾക്ക് അരിഞ്ഞിട്ട് പറയായിരുന്നു. എന്നിട്ട് ആ പോലീസ് അവനെടുത്തോണ്ട് പോയായിരുന്നു. അവനായിട്ട് ആ വിഷമത്തിൽ പറയായിരുന്നു. അവൻ്റെ അമ്മയച്ഛന് റിയൽ അച്ഛനമ്മ വന്ന് അവളെ വഴക്ക് പറയാൻ തുടങ്ങിയായിരുന്നു, നീ എന്നിങ്ങനെ ചെയ്തതെന്ന് പറയായിരുന്നു. അതുകൊണ്ട് അവനക്ക് എന്ത് ചെയ്യാനറിയില്ല, അവന് വിഷമത്തിലാണ്. അപ്പം എൻ്റെ അച്ഛനമ്മ വിളിച്ചുകൊണ്ട് പോയായിരുന്നു. അങ്ങനെയായിട്ട് ഹീറോയ്ക്ക് ഷോക്കായിരുന്നു. ഹീറോയുടെ അമ്മയ്ക്ക് അച്ഛനൊക്കെ എന്താ ചെയ്യാനറിയില്ല, ഇവൾക്ക് മാരേജ് നിന്നല്ലോ എന്ന് പറഞ്ഞ് അമ്മ അച്ഛനും ഒരുപാട് സാഡായിരുന്നു. ഏത് ചെയ്യുന്ന അറിയില്ലായിരുന്നു. അങ്ങനെ 7 പേര് അവർ പറഞ്ഞു ഓൾറെഡി അവർക്ക് ഹീറോയെ കണ്ട ഇഷ്ടപ്പെട്ടായിരുന്നു. അതുകൊണ്ട് താലി എടുത്തിടാൻ പോയായിരുന്നു 7 പേര്. അവരിങ്ങനെ ഇത് കേട്ടാൽ ശരിയല്ല, അവിടെ ഒരു പൂജാരിയാണ്, അവരുടെ മന്ത്രം പറയാൻ തുടങ്ങിയായിരുന്നു. അങ്ങനെ ആശീർവാദം അങ്ങനെയായിട്ട് ഇങ്ങനെയായിട്ട് ആശീർവാദം ഇങ്ങനെ താലി 7 പേര് ഹീറോ സാഡായിട്ട് കരയായിരുന്നു. അവർ കയറുമ്പോൾ അവരെല്ലാവരും സാഡായിരുന്നു. അങ്ങനെ 7 പേർ ഹീരോൻ്റെ അടുത്ത് വന്നായിരുന്നു. 7 പേര് ഹീരോയുടെ കൊത്ത് താലി കെട്ടി. അച്ഛൻ വിഷമിക്കേണ്ട അച്ഛൻ എന്ന് പറഞ്ഞ ഹീറോ സമ്മതമാക്കട്ടെ. 7 പേര് ഹീരോയുടെ കൊത്ത് താലി കെട്ടിയായിരുന്നു. ഹീറോയ്ക്ക് അതൊന്നും അറിയില്ലായിരുന്നു, പാവം ഹീറോ. എല്ലാവരും ഷോക്കായിരുന്നു, ഒക്കെ ആയിരുന്നു. എന്തിനാ ഷോക്കാന്ന് പറഞ്ഞിട്ട് 7 പേർ ഹീറോയെ തിരിഞ്ഞ് നോക്കുക, ഹീറോയിൻ്റെ താലി ഇരിക്കണ്ട. ഹീറോയ്ക്ക് ഷോക്കായിരുന്നു, എന്താണെന്ന് എടുക്കുന്നത് പറഞ്ഞ് അങ്ങനെ ലൈറ്റൊക്കെ അത് നോക്കുമ്പോൾ ഹീറോയി അത് മാത്രം ഷോക്കായിരുന്നു ഹീറോയ്ക്ക്. അങ്ങനെ ഇടയിടുമ്പോൾ ഇരിക്കാൻ വന്നു ഹീറോയ്ക്ക്. എല്ലാം നടന്നു കാലിലല്ലോ ഒരുമാതിരിയാണ് ഹീറോയിൻ്റെ കാലിലല്ലോ വെച്ച് എല്ലാം നടന്നു. മാരേജ് നടന്നു. ഹീറോയ്ക്ക് ഷോക്കായിരുന്നു. ഹീറോയുടെ അമ്മയ്ക്ക് ഷോക്ക്, എന്താണ് നടക്കുന്നത് ഹീറോയി ഇപ്പം എൻ്റെ വൈഫായി മാറി എന്ന് പറഞ്ഞ് ഹീറോയിനെ എടുത്തോണ്ട് വിളിച്ചുകൊണ്ട് പോയായിരുന്നു. ഹീറോയി ഷോക്കായിരുന്നു. ഇവിടെ തന്നെ പറയായിരുന്നു, കേട്ടില്ലായിരുന്നു.